ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പർച്ചേസ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുൾ പ്ലാൻ ചെയ്തത് കാലിക്കറ്റിൽ നിന്ന് എല്ലാം പർച്ചേസ് ചെയ്യാമെന്ന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മിഠായി തെരുവിലാണ്. മിഠായി തെരുവൊക്കെ ഭയങ്കര ശാന്തമാണ്. രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഒരു ലൊക്കേഷനും അറിയില്ല. ജയലക്ഷ്മി അല്ലാണ്ട് വേറെ ഒരു സ്പോട്ടും കാലിക്കറ്റ് അറിയില്ല. അപ്പോൾ നമ്മൾ മാപ്പ് ഇട്ടിട്ട് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് തീ പിടിച്ചിട്ട് ഷോറൂം മാറ്റിയിരിക്കുകയാണ്. പക്ഷേ കുറച്ച് അപ്പുറമുള്ളൊരു ബിൽഡിങ്ങിൽ തന്നെ ഒരു 3rd ഫ്ലോറിൽ അതിൽ കുറച്ച് ബാക്കി വന്ന സ്റ്റോക്ക് അവർ ചെയ്യുന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരികൾ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ കല്യാണ സാരിയൊക്കെ അങ്ങനെ വലിയ എമൗണ്ടിൻ്റെ ഒരു 4000-ന് താഴെയുള്ള സാരികൾ മാത്രമേ ഇപ്പോൾ ഇവരുടെ കയ്യിൽ സ്റ്റോക്കുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ്. 500 രൂപ തൊട്ട് അവിടെ സാരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ആൾക്കാരും തിരക്കുമുണ്ട്. കൂടാണ്ട് യൂണിഫോം സാരികൾ, അതിനുള്ള യൂണിഫോം കളക്ഷൻസാണ് കൂടുതലും. പക്ഷേ എന്നാലും നല്ല കളർ കോമ്പിനേഷൻ, ഭയങ്കര വെറൈറ്റി ആയ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത് റസ്റ്റിംഗ് ഓറഞ്ച്, നമ്മൾ ഓൾറെഡി ബഡായി ആര്യയുടെ ആ ഒരു റസ്റ്റിംഗ് ഓറഞ്ചും അതുപോലെ തന്നെ ബേണിംഗ് ഓറഞ്ചൊക്കെ മൈൻഡിൽ കണ്ടിട്ടാണ് പോയത്. അപ്പോൾ ആ സാധനം അവിടെ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയോണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ പോയത് നമ്മുടെ ഷീമാട്ടിയിലാണ്. ബീനാക്കണ്ണൻ്റെ ഷീമാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം, അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഒരു അഫോർഡബിൾ പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്ന ആളൊന്നാണെങ്കിൽ ഷീമാട്ടിയിൽ ഒരിക്കലും പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ബഡ്ജറ്റ് പ്രശ്നമല്ല, പക്ഷേങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഷീമാട്ടി ആയിരിക്കും. അവർ ഫോട്ടോ റെസ്ട്രിക്റ്റഡ് ആണ്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ സാരികളൊക്കെ ഓരോരോ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ മൈൻഡിൽ കണ്ടിട്ടുണ്ടായിരുന്ന എനിക്കൊരു റസ്റ്റിംഗ് ഓറഞ്ച് സാരി വേണം. അതിൽ ഹസ്ബൻഡിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഗ്രീനിൽ ഈ ഓറഞ്ച് സാരിയിൽ തന്നെ ഗ്രീൻ ഹാൻഡ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടായത്. സിസ്റ്റർ കാണുന്നുണ്ടെങ്കിൽ ബഡായി ആര്യയുടെ ബേണിംഗ് ഓറഞ്ച് വിത്ത് കോഫി ബ്രൗൺ ബോർഡർ വരുന്ന സാരിയാണ്. പക്ഷെ നമ്മൾ പോയി ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ സാധനം സെലക്ട് ചെയ്തു. കാരണം നമ്മൾ വിചാരിച്ച സാധനം അവിടെയായിട്ട് നമ്മൾ അവരോട് പറയുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ റീൽസിലൊക്കെ കാണുന്ന തരത്തിലുള്ള റീൽസൊക്കെ കാണുമെന്ന് വിചാരിക്കില്ല, ഈ സാരി ഇവിടെ കിട്ടുക എല്ലാ സാരി കളക്ഷൻസും ഇവിടെയുണ്ട്. പക്ഷേങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു 30+ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. 15-നൊക്കെ ബ്രൈഡൽ സാരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഒന്നും അത്ര പോരാ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരു 22 റേഞ്ചിന് മുകളിലുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ലോവസ്റ്റ് ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4000-ലാമത്തെ ഞാൻ കണ്ടത്. ഞാൻ എല്ലാം ഒന്നും നോക്കിയിട്ടില്ല. അല്ല, അത്യാവശ്യം കുറച്ച് കാണാൻ ഭംഗിയുള്ള സാരികളൊക്കെ 6000+ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ടസലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഒന്ന് ഷോറൂം ഒന്ന് റൗണ്ട് അടിക്കുന്നുണ്ട്. വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അത്രയുള്ള ഒരു ഷോറൂമാണ്. പക്ഷേങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നും ഫോട്ടോ എടുക്കാൻ വിടുന്നില്ല. അപ്പോൾ കളക്ഷൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വീഡിയോ ചെയ്യാനോ വിടുന്നില്ല. ലെഹങ്ക സെക്ഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫോട്ടോ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ പർച്ചേസൊക്കെ കഴിഞ്ഞ് 2-3 സാരിയൊക്കെ വീണ്ടും ഒന്ന് ചുറ്റിയടിച്ച് കണ്ട് നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഉച്ചക്ക് ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ രാവിലെ നമ്മൾ മിഠായി തെരുവിലൂടെയാണ് വന്നത്. അപ്പം നമുക്കൊന്ന് SM സ്ട്രീറ്റ് കയറി ഇറങ്ങണം. അതായിരുന്നു അടുത്തൊരു എയിം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ മാക്സിമം എടുക്കാൻ ശ്രമിച്ചിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോയിൽ ഓരോരോ പാർട്സലായിട്ട് ആഡ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ. അപ്പം നമ്മൾ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി നമുക്കിനി നെക്സ്റ്റ് ആയിട്ട് പോകേണ്ടത് നമ്മുടെ SM സ്ട്രീറ്റിലേക്കാണ്. രാവിലെ വരുന്ന സമയത്ത് തീരെ തിരക്കുണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ഉച്ചക്ക് അവിടെ പോകുന്ന സമയത്ത് കാല് കുത്താൻ സ്ഥലം ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ സൺഡേ ആണ് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ സൺഡേ മാർക്കറ്റാണ്, നല്ല റഷാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോ കാണാം. ഇവിടെ മാർക്കറ്റിൽ A to Z കാര്യങ്ങൾ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ടാണ്, നല്ല റഷ് ആയതുകൊണ്ട് തന്നെ എല്ലാം നോക്കാൻ പറ്റുന്നില്ല. പിന്നെ അധികവും പുറത്തുള്ള ആൾക്കാരാണുള്ളത്. ഇപ്പം കോട്ട് സെറ്റൊക്കെ 300 രൂപക്ക് നല്ല അടിപൊളി കോട്ട് സെറ്റ് ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ചുരിദാർ സെറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മലുകളെ കളക്ഷൻസ് ആയാലും ചെറിയൊരു 200 രൂപ തൊട്ട് 100 രൂപ തൊട്ട് ചപ്പലുകൾ, അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ നോർമൽ വലിയ ഷോപ്പുകളും വരുന്നുണ്ട്. സെർച്ച് ചെയ്ത് തന്നെ പോകണം. പിന്നെ ഇവിടെ നമുക്കൊരു ഫാൻസിയും ടെക്സ്റ്റൈലും എല്ലാം ഒപ്പരം വരുന്ന ഒരു ഷോറൂം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് ഫാൻസീൻ്റെ കളക്ഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ റേറ്റിൽ തന്നെ
അതുപോലെ തന്നെ ഇവിടെ വരുന്ന പോലത്തെ നല്ല ഹെവി ഹാൻഡ് വർക്ക് ചുരിദാറിനൊക്കെ ഇവിടെ 4000 2000 എബോവ് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ചുരിദാറൊക്കെ അവിടെ ഒരു 1200 ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് നടക്കണം, അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം നല്ല ടയർഡാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിയുമ്പം തന്നെ അത്യാവശ്യം ക്ഷീണിച്ചു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ SM സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫേയിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എങ്ങോട്ടേക്കാണ് നോക്കണ്ടേന്ന് തിരിഞ്ഞില്ല. അത്രയും ചുരിദാറിൻ്റെയൊക്കെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ SM സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കഫേൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ബീഫ് ബിരിയാണി, ഐശ്വര്യക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഷവർമയും വാങ്ങി. SM സ്ട്രീറ്റ് കഫേ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അമ്മ കോഴിക്കോട് വന്നാൽ എന്ത് തരുമെന്ന് ചോദിക്കാൻ നമ്മൾ അമ്മക്കൊരു കോഴിക്കോടൻ ഹൽവയൊക്കെ വാങ്ങിയിട്ട് ഇന്നത്തെ പർച്ചേസിങ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.